വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ രാവിലെ കോട്ടയം ആശാ തിയേറ്ററിൽ 11 മണിക്കുള്ള ഷോയാണ് ഈ സിനിമ കണ്ടത്. തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ തൊട്ടുപുറകിലുള്ള സീറ്റിൽ ഒരാളിരുന്ന് അങ്ങ് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ ഡയലോഗ് ഒന്നുമില്ല, എങ്കിലും എനിക്കത് നല്ല ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേര് പിറകിലിരുന്ന് കമന്റ് അടി തുടങ്ങി, കമന്റേറ്റർമാർ. അത് ഈ ഇന്റർവെല്ലോട് അടുക്കാറായപ്പോഴത്തേക്കിനും പിന്നെ ഫോണിൽ വിളിച്ച ഒരാൾ വീട്ടിലിരിക്കുന്ന പോലെ ഒച്ചത്തിൽ കലവില ഡയലോഗാണ്. ഞാൻ പറയാം, കറക്റ്റ് വിജയരാഘവൻ റോയിച്ചിനെ കാണുന്നില്ല എന്നൊക്കെ കാര്യസ്ഥൻ കറിയാച്ചനോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സീനാണ്. ഇയാൾ ഡയലോഗ് കേൾപ്പിക്കത്തേ ഇല്ല. ലാസ്റ്റ് എനിക്ക് പുള്ളിയോട് പറയേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിന്റെ പുറകെ നിന്ന് വേറൊരു അച്ചായി ഫോണിൽ പിന്നെയും തുടങ്ങി. ഇതൊന്നും തീരെ കൊച്ചു കുട്ടികളോ ചെറുപ്പക്കാരോ ഒന്നുമല്ല, നല്ല പ്രായമുള്ള ആൾക്കാർ തന്നെയാണ്. ഈ വീട്ടിലിരുന്ന് TV കാണുമ്പോൾ ഫോണിൽ കൂടെ കിടന്ന് വിളിക്കുന്ന പോലെ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ, അത് ഒരു തിയേറ്ററിലൊക്കെ പോയിരുന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കരുത്. ഇതൊക്കെ ഒരു ബേസിക് മാനേഴ്സ് ആണ്. നമ്മുടേത് സമ്പൂർണ്ണ സാക്ഷര കേരളവുമാണെന്ന് ഓർക്കുക. അതിന് നാണക്കേട് വരുത്തരുത്. ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് കൊണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രം. ഔസേപ്പിന്റെ ഔസ്യത്ത് നവാഗതനായ RJ ശരത്ചന്ദ്രൻ സംവിധാനം ചെയ്ത് ഫസൽ ഹസൻ രചിച്ച് ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, കലാഭവൻ ഷാജോൺ, ഹേമന്ത് മേനോൻ, കനി കുസൃതി, ലെന തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. പീരുമേട്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിന്റെ ഉടമയായ ഔസേപ്പിന്റെയും 3 ആൺമക്കളുടെയും കഥയാണിത്. ഇവരുമായി ബന്ധപ്പെട്ട ഒരു ക്രൈം നടക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ പടത്തിലുള്ളത്. ഇത് നമുക്കറിയാൻ പാടില്ലാത്ത പുതിയ കഥയൊന്നുമല്ല, എങ്കിലും മികച്ച പ്രകടനം കൊണ്ടും കഥ പറച്ചിലിന്റെ ഒരു പ്രത്യേകത കൊണ്ടും പടം നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. കഥ നടക്കുന്ന ആ ഒരു സ്ഥലവും വീടും ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം ഒരു ക്യാരക്ടറായിട്ട് തന്നെ സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. അത് കൊള്ളാമായിരുന്നു. സഹോദര ബന്ധത്തിന്റെ കഥ, ഒപ്പം സമ്പത്തിന് പിന്നാലെയുള്ള പോക്കും പ്രശ്നങ്ങളും ഒക്കെയാണ് ഔസേപ്പിന് പറയാനുള്ളത്. പിന്നെ ഇടുക്കി, കോട്ടയം ആ ഒരു ഏരിയ മലയോര പ്രദേശമാണ്, ഞങ്ങളുടെയൊക്കെ പോലുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ഒരു സ്ലാങ്ങുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇമോഷൻസും പടത്തിൽ വർക്ക് ആവുന്നുണ്ട്. ഈ പെർഫോമൻസിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഔസേപ്പായിട്ട് വന്ന കുട്ടൻ ചേട്ടൻ അഥവാ വിജയരാഘവന്റെ പേര് തന്നെയാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു റോളാണ്. വളരെ കർക്കശക്കാരനായിട്ടുള്ള, തന്റെ സ്വത്ത് മക്കൾ കൊണ്ടുപോയി മുടിപ്പിക്കരുത്, അത് സംരക്ഷിക്കണം അവർ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ പണ്ട് ചെയ്ത അഞ്ഞൂറാൻ എന്ന ക്യാരക്ടറിന്റെ ഒരു കുഞ്ഞു സ്വഭാവമുള്ള ഒരു കുഞ്ഞു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന്റെ മക്കൾ, മൂത്ത 2 ആൺമക്കൾ മൈക്കിൾ, ജോർജ് എന്നിവരായിട്ട് വരുന്ന ദിലീഷ് പോത്തന്റെയും ഷാജോണിന്റെ പെർഫോമൻസ് ആണ് പടത്തിന്റെ കാതൽ എന്ന് പറയാം. ഒരുപാട് മാനസിക സമ്മർദ്ദമൊക്കെ അടക്കി പിടിച്ച് പുറത്ത് വളരെ കൂളായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. ഒരു കരച്ചിൽ അല്ലെങ്കിൽ ഒരു അലർച്ചയൊക്കെ ഉണ്ട് ദിലീഷ് പോത്തന്റേത്. അത് അസാധ്യമായിരുന്നു പറയാം. സ്ഥിരം പോലീസ് വേഷം എന്നൊരു ഇമേജ് ഉണ്ടെങ്കിലും പോലീസ് റോളിലെ തന്നെ പല വെറൈറ്റി ചെയ്ത് ഓരോന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന, അങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന പ്രകടനം ഷാജോണിന്റെ പ്രത്യേകതയാണ്. സോ ഇതിലും അങ്ങനെ തന്നെയാണ്. പേര് ഔസേപ്പിന്റേതാണെങ്കിലും ഇവർ രണ്ടുപേരുടെയും പടമാണ് ഇതെന്ന് പറയാം. ഫാസിലിന്റെ ലിവിംഗ് ടുഗദർ, പിന്നെ ഡോക്ടർ ലവ് തുടങ്ങി കുറെ സിനിമകളിൽ കണ്ട ഹേമന്ത് മേനോനാണ് റോയി ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണ്. അത് വളരെ നൈസായിട്ട് തന്നെ ഹേമന്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും കനി കുസൃതിയുടെ ധന്യ എന്ന പോലീസ് ക്യാരക്ടർ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇടയ്ക്കൊക്കെ കോൺഫിഡൻസ് ഒക്കെ ഇല്ലാത്തതുപോലെ ഒരു കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, എന്നാൽ വർക്കിൽ പുലിയാണ് താനും, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ. കനി അത് ഈസി കനി പോലെ അങ്ങ് വിഴുങ്ങുകയും ചെയ്തു. ലെനയുടെ ആനയും കൊള്ളാം. ഞങ്ങൾ ഈ കോട്ടയം, പത്തനംതിട്ട അല്ലെങ്കിൽ ഇടുക്കിയിലുണ്ടെന്ന് തോന്നുന്നു, ഒരു ഓ ഉണ്ട്, അതായത് ഓ എന്നാ കിട്ടാനാ, ആ ഒരു സ്ലാങ് അത് ലെന ഉൾപ്പെടെ മിക്കവരും ഭയങ്കര രസമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെറിൻ ഷിഹാബ്, അഞ്ജലി കൃഷ്ണ, ജോജി മുണ്ടക്കയം, അപ്പുണ്ണി ശശി, ജെയിംസ് ഏലിയ തുടങ്ങിയവരും പടത്തിലുണ്ട്. ഇവരെ കൂടാതെ കുറെ പുതുമുഖങ്ങളും നല്ല പ്രകടനമായിരുന്നു. കുട്ടിക്കാനം, പീരുമേട് ആ ഒരു ഏരിയയാണ് പടത്തിലുള്ളതെന്ന് തോന്നുന്നു. ആ കോട വീണ സ്ഥലങ്ങൾ, മലയോരവും ഒക്കെ മിസ്റ്ററിക്കൊപ്പം കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ മിസ്റ്ററിയും മഞ്ഞും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അരവിന്ദ് കണ്ണാബീറിൻ്റെതാണ് ക്യാമറ. ചില ഏരിയൽ ഷോട്ട്സ്, ഏലത്തോട്ടത്തിൽ മഴ പെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബി അജിത് കുമാറാണ് ഇതിന്റെ എഡിറ്റർ. അക്ഷയ് മേനോന്റെയാണ് BGM. കഥയുടെ ആ ഒരു മൂഡിന് ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. സുരേഷ് പരമേശ്വറിന്റേതാണ് ഗാനങ്ങളുടെ സംഗീതം. VP മോഹൻദാസിന്റെ സൗണ്ട് ഡിസൈനും എടുത്തു പറയണം. പടം സിംഗ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. 2016 മുതൽ 2022 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ചിലർ പ്രകൃതി പടങ്ങൾ എന്നൊക്കെ പറയുമായിരുന്നു. ആ ഒരു സ്വഭാവം മേക്കിങ്ങിൽ ഉള്ള ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കുറച്ച് സ്ലോ ആണ്, കൊമേഴ്സ്യൽ സ്റ്റൈലിലല്ല എടുത്തിട്ടുള്ളത്. സോ മാസ് ഓഡിയൻസിനെ സുഖിക്കാൻ ചാൻസ് കുറച്ച് കുറവാണെന്ന് പറയാം. അത് ഓർക്കുക. പിന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ആരാണ് ക്രൈം ചെയ്തത്, എന്തിനാണ് ചെയ്തത് എന്നൊക്കെ. പിന്നെ ഇത് എങ്ങനെ തീർക്കും എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു നമ്മൾ പടം മുമ്പോട്ട് കണ്ടു തീർക്കുന്നത്. അത് തീർത്തപ്പോഴും ആ ഒരു ക്ലൈമാക്സ് എനിക്ക് അത്ര സമ്പൂർണ്ണ സംതൃപ്തി നൽകിയില്ല എന്ന് പറയാം. അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കും, പക്ഷെ അങ്ങനെയല്ല തീരേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാം. ആകെ മൊത്തം ടോട്ടലിൽ ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ ഒരു ഡീസന്റ് ക്രൈം ഡ്രാമയാണ് ഔസേപ്പിന്റെ ഔസ്യത്ത്. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. ഒരു നല്ല വൺ ടൈം വാച്ചബിൾ ഫിലിം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.